ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ്. അടിപൊളി സെറ്റപ്പ് പറഞ്ഞാൽ നിങ്ങൾ ഇത് അധികം ആർക്കും അറിയില്ല. പലർക്കും അറിയാതിരിക്കാം എന്ന് പറയാനൊന്നുമില്ല. ഇത് പുതിയൊരു സെറ്റപ്പാണ്. അതായത് നമ്മൾ വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ വൈഫ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാരായാലും അവർ പുറത്തു പോയത് ആശുപത്രി പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവരിനി ആശുപത്രി തന്നെയാണോ, അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റും. അതെങ്ങനെ? ജസ്റ്റ് വാട്സപ്പിലൊരു ഹായ് വിട്ടാൽ മതി. അപ്പോൾ അവരുടെ ലൊക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് വരും. ഹായ് വിട്ട് കഴിഞ്ഞാൽ ലൊക്കേഷൻ വരും, അവരുടെ ഫോണിൽ എത്ര ചാർജ് ഉണ്ടെന്ന് വരും, അങ്ങനെ ഒക്കെ വരും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ പേര് കണ്ടാൽ തന്നെ ഓടണ്ട, അതിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, അത് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോർ ഓൺ ആക്കണം. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആപ്ലിക്കേഷൻ. എന്താണ്? വാലോക്ക്. കണ്ടല്ലേ? ഈ ഒരു ആപ്ലിക്കേഷൻ വാലോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ഇത് പ്ലേ സ്റ്റോറിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഫൈൻഡ് ലൊക്കേഷൻ ബൈ ഫോൺ നമ്പർ. ഇതാണ് ഈ ആപ്ലിക്കേഷൻ. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇതാണിത്. നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം. അപ്പോൾ എക്സിറ്റ് ലൊക്കേഷൻ പെർമിഷൻ ഡിഫൈൻ ഇൻഡിക്കർ വിത്ത്, അത് ജസ്റ്റ് നമ്മൾ ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗിവ് പെർമിഷൻ നമ്മൾ കുറച്ച് പെർമിഷൻ കൊടുക്കണം. ഒന്ന്, ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഗിവ് പെർമിഷൻ എന്ന് വീണ്ടും കാണിക്കും. അപ്പോൾ നമ്മളിതാ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ് അതും കൂടി കൊടുക്കണം. അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രിയേറ്റ് എന്നിങ്ങനെ അടി കാണുന്നില്ലേ, ബ്ലിങ്ക് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് മെസ്സേജ് അയക്കുമ്പോഴാണ് ലൊക്കേഷൻ വരണ്ടേ എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ഇനി ഹായ് ആണോ? ഓക്കെ. ഹായ് ആണെങ്കിൽ നിങ്ങൾ ഹായ് എന്നാണെങ്കിലും ഏതാണെങ്കിലും ഇത് ക്യാപിറ്റലാണോ സ്മോൾ ലെറ്റർ ആണോ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തത് എന്ന് നമുക്ക് ഓർമ്മ വേണം. ഇനിയിപ്പോൾ ക്യാപിറ്റൽ ഹായ് ആണ് വിട്ടതെങ്കിൽ നമ്മളിതിൽ സെറ്റ് ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ സ്മോൾ ലെറ്റർ ഹായ് വിട്ടിട്ട് കാര്യമില്ല. സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ. ഓക്കെ. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ സെൻഡ് ബാറ്ററി ലെവല്, അതേപോലെ തന്നെ സെൻഡ് നെറ്റ്വർക്ക് ക്വാളിറ്റി, ഇതും കൂടി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ട് ബാറ്ററി ലെവല്, ക്വാളിറ്റി, നെറ്റ്വർക്കിൻ്റെ ക്വാളിറ്റി, അതുകൂടി നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് ഈ ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ആക്കണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഓഫാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കി വെക്കണം. ഓക്കെ. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് ഫോണിൻ്റെ ലൊക്കേഷനാണോ അറിയേണ്ടത് ആ ഫോണിലാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ. നമ്മുടെ ഫോണിലല്ല നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏതിലാണോ വേണ്ടത് അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വാട്സപ്പ് ഇങ്ങനെ മെസ്സേജ് നമ്മൾ സെറ്റ് ചെയ്യണം, ഏത് മെസ്സേജാണെന്ന് സെറ്റ് ചെയ്യണം. ഇത്ര നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോണുണ്ടല്ലോ, ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ജസ്റ്റ് ആ ഫോണിൽ നിന്ന് നമ്മൾ ഹായ് വിട്ടാൽ മതി. നമ്മുടെ ഫോണ് ഏത് ഫോണാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഫോണിൽ നിന്ന് നമ്മൾ ഈ സെറ്റ് ചെയ്ത നമ്പർ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോൺ ഏതാണോ ആ ഫോണിൽ നിന്ന് നമുക്ക് ഹായ് വിട്ടാൽ മതി. അപ്പോൾ വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ നമ്മൾ ഹായ്
എന്ന് പലരും വിടുന്നതാണ്. നമ്മൾക്ക് പല ആളുകളും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി അവരിപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ഹായ് ആരെങ്കിലും വിട്ടാലും ഈ ലൊക്കേഷൻ അവർക്ക് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ സീനുണ്ട്. അപ്പോൾ നമ്മൾ ഹായ് എന്ന ഒരു വാക്ക് തന്നെ വേണമെന്നില്ല, നമ്മൾ വേറെ ഏതെങ്കിലും വാക്ക് അവിടെ സെറ്റ് ചെയ്താലും മതി. അതായത് ഇവിടെ നമ്മൾ ഹായ് തന്നെ വെക്കണമെന്നില്ല, ഇവിടെ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ഹായിൻ്റെ അപ്പുറത്ത് ജസ്റ്റ് ഹായിൻ്റെ അപ്പുറത്ത് 1 എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, 1 2 അങ്ങനെ സെറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഹായ് 1 2 എന്ന് ആരും വിടില്ലല്ലോ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മൾ മറ്റേ ഫോണിൽ നിന്ന് നമുക്ക് ഈ നമ്പറിലേക്ക് ഒരു ഹായ് വിട്ട് നോക്കാം. ഓക്കെ, മറ്റേ ഫോണ് ഓണാക്കട്ടെ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോൺ ഇതാണ്. ഈ ഫോണിൽ നമുക്ക് ഒരു ഹായ് ഇതിലേക്ക് വിടാം. ഓക്കെ, വാട്സപ്പ് എടുക്കണം. വാട്സപ്പ് ഇവിടെ, വാട്സപ്പ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിൽ ജസ്റ്റ് ഒരു ഹായ്, സ്മോൾ ലെറ്റർ ഹായ് വിടുന്നു. ഓക്കെ, നമുക്ക് ഈ ലൊക്കേഷൻ വരുന്നുണ്ടോ എന്നറിയണമല്ലോ. കണ്ടോ, ലൊക്കേഷൻ കറക്റ്റായിട്ട് വന്നു, ലൊക്കേഷൻ വന്നു. അതേപോലെ അതിൻ്റെ ബാറ്ററി എത്ര ശതമാനമുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റി. പിന്നെ നെറ്റ്വർക്ക് എക്സലൻ്റ് ആണ്. ഓക്കെ, കാണുന്നില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇനി ഈ ലൊക്കേഷൻ എന്ന ഈ ഒരു ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ലൊക്കേഷനിൽ മാപ്പ് പോയി നിൽക്കും. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണിത്. ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹായ് എന്നതിന് ഒപ്പം ഏതെങ്കിലും നമ്പർ കൂടി ടൈപ്പ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഈ വിട്ട മെസ്സേജ് ഉണ്ടല്ലോ, ഹായ് നമുക്ക് ഒരാൾ വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ലൊക്കേഷൻ കാണാൻ പറ്റും. ലൊക്കേഷൻ സെൻഡായത് അവർക്കും കാണാൻ പറ്റും. കണ്ടോ, ഈ ലൊക്കേഷൻ സെൻഡായത് അവർക്കും കാണാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അല്ല, ലൊക്കേഷൻ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പലർക്കും ഇത് ആവശ്യമുണ്ടാകും, കുട്ടികളും ഒക്കെ ഉള്ളവർക്കൊക്കെ ആവശ്യമുണ്ടാകും. അപ്പോൾ അവരെവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ പോകുന്നു എന്നല്ല, എവിടെ പോകുന്നു. നമ്മുടെ സ്കൂളിലെന്ന് പറഞ്ഞിട്ട് പോയിട്ട് സ്കൂളിൽ തന്നെയാണ് പോകുന്നത്, കോളേജ് എന്ന് പറഞ്ഞിട്ട് കോളേജിൽ തന്നെയാണോ ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നല്ല യൂസ്ഫുള്ളായിട്ടൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി അറിവുകൾ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.